ഈ വീഡിയോ ഇന്ത്യയിൽ താമസിച്ച് ചങ്കിലി ചൈനയുമായിട്ട് നടക്കുന്ന ചില ആൾക്കാരോടുള്ള എൻ്റെ പ്രതിഷേധമാണ്. എൻ്റെ മാത്രമല്ല, ഇന്ത്യ നന്നായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രതിഷേധമാണെന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങട്ടെ. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതായത് ഇവിടുത്തെ ജനാധിപത്യം തരുന്ന, ഇവിടുത്തെ ഫ്രീഡം ഓഫ് സ്പീച്ച് തരുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ചങ്കിലി ചൈനയും ചങ്കിലി പാകിസ്ഥാനും ഒക്കെ ആയിട്ട് താമസിക്കുന്ന കുറേ ആൾക്കാരാണ്. ഇതിൽ പാകിസ്ഥാനികളെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താം. ചങ്കിലി ചൈനക്കാരുടെ കാര്യം ഞാനൊന്ന് പറയാം. ഈ ചങ്കിലി ചൈനക്കാരിൽ പല ആൾക്കാരും ഇപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ചൈന ഒരു ദിവസം ഇന്ത്യനെ അപ്പാടെ വിഴുങ്ങി നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ ചുമന്ന കൊടി പാറും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ജീവിക്കുന്ന കുറേ ജീവികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ തൊട്ടാൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇവരെ അത് ബാധിക്കില്ല. പക്ഷേ ചൈനേനെ തൊട്ടാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും, ഈ അടുത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചൈന കുറേ കാലമായിട്ട് ലോകത്തിന് മുമ്പിൽ പടച്ചു വെച്ചിട്ടുള്ള ഞങ്ങൾ സൂപ്പറാണ്, ബമ്പറാണെന്നുള്ള ആ ഒരു ഇമേജിനെ പൊളിച്ചടക്കിയിട്ട് ചൈനയിലത്തെ ചേരികൾ, അവിടുത്തെ ആളുകളുടെ വൃത്തികെട്ട ജീവിതം, അതുപോലെ തന്നെ ചൈനയിലെ സ്റ്റുഡൻസിൻ്റെ കുറേ കോളേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒക്കെ താമസിക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള ചില എന്താ പറയുക ഹോസ്റ്റൽ റൂംസ്, അവിടുത്തെ ചില പബ്ലിക് ടോയ്ലറ്റുകൾ, ഇങ്ങനത്തെ സകലത്തിൻ്റെയും പിക്ചേഴ്സ് അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ചൈനയിലും ഒരു തരം കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ തന്നെ ഈ താഴ്ന്നവർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അവർക്ക് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെയാണ് താമസം ഒരുക്കിയിട്ടുള്ളതെന്നൊക്കെ കാണിക്കുന്ന കുറേ അധികം വീഡിയോസ് ഈ ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ പോയിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ചൈനേനെ കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചത്. ചൈനയുടെ മുഖപത്രമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ്, ഐ തിങ്ക് അതാണ് അതിൻ്റെ പേര്, അവർക്ക് പോലും ഈ ചൈനയുടെ ഉള്ളിലത്തെ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് സ്പ്രെഡായ ന്യൂസിനെതിരെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. പക്ഷേ അത് കേരളത്തിലുള്ള ചില ചങ്കിലെ ചൈനക്കാർക്ക് പിടിച്ചില്ല. പത്രത്തിലുള്ളൊരു പോസ്റ്റാണ് ഈ കാണുന്നത്. അപ്പം അതിനുള്ള മറുപടിയൊക്കെ പല ആൾക്കാർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. അദ്ദേഹം ന്യായീകരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 100 കോടിയിലധികം ജനങ്ങളുള്ള ചൈനയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ത്യക്ക് ഒരിക്കലും മുട്ടാൻ പറ്റാത്ത തരത്തിൽ അവിടെ ബെയ്ജിങ്ങും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൽ ഇദ്ദേഹം എഴുതിയത്. അപ്പം അത് കണ്ടപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യനടുത്ത്, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിനോട് കുറച്ചധികം സ്നേഹമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത്തിരി അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ചൈന ചെയ്യുന്ന കുറേ അധികം പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ ചങ്കിലെ ചൈനക്കാർ അത് മാറ്റിയിട്ട് ചങ്കിലെ ഇന്ത്യ ആക്കിയില്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വേളയിൽ. അപ്പം 100 കോടി ജനങ്ങളുള്ള ചൈനയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അംഗീകരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യക്കും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള 2 സൈഡ് ഉണ്ടാവുമെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ട് ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല? അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലുമൊക്കെ താറടിച്ച് കാണിക്കാൻ മാത്രം ഈ ചൈന ചങ്കിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ ശ്രമിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ എനിക്ക് ഒരു സൈഡിൽ ചോദിക്കാനുണ്ട്. ഇനി നമുക്ക് എന്തുകൊണ്ട് ചൈന ഇത്തരത്തിലൊരു എക്സ്പോസിങ് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് പോവാം. ചൈന ലോകത്തിൽ മുഴുവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മറ്റുള്ള ആൾക്കാർ അറിയണമല്ലോ. ഈ ഇന്ത്യയിലിരുന്ന് ചൈനേനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ചൈനയിൽ ഇരുന്നിട്ട് ഒരിക്കലും ചൈനയ്ക്കെതിരെ സംസാരിക്കാൻ പല ആൾക്കാർക്കും സാധിക്കില്ല. മാത്രമല്ല, ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അത് പുറം ലോകം ഒട്ടും അറിയുമില്ല. കാരണം അവിടെ ഡെമോക്രസി എന്ന് പറയുന്നൊരു സാധനം ഇല്ല. നിങ്ങൾ എത്ര പേര് എന്താ പറയുക ദ ഗ്രേറ്റ് ഫയർ വാൾ ഓഫ് ചൈന എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇത് ചൈന കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് അവരുടെ ഡിജിറ്റൽ വേൾഡിൽ നടപ്പാക്കിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ഇതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ, ചൈനയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചൈനയുടെ ഇമേജ് തകർക്കുന്ന സകല ന്യൂസുകളെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഒതുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനെ അതിനകത്തോട്ട് കടക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രൊപ്പഗണ്ടകളൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ ഉദ്ദേശങ്ങൾ ചൈനയുടെ ഈ ഒരു ഗ്രേറ്റ് ഫയർ വാൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ചൈനയിൽ പലരും പറയാറുണ്ട് ഇന്ത്യ തദ്ദേശീയമായിട്ടുള്ള ഗൂഗിളും ട്വിറ്ററും അതും ഇതൊക്കെ വികസിപ്പിച്ചെടുക്കണമെന്ന്.
അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പലതും പുറം ലോകം അറിയില്ല. നമുക്ക് പുറം ലോകമായിട്ടുള്ള ബന്ധം അറ്റുപോകാനുള്ളൊരു സാധ്യത ഒരു സൈഡിലുണ്ട്. മറ്റേതിന് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചൈനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും, അതിപ്പോൾ വിക്കിപീഡിയയിലെ പല പേജുകളാവട്ടെ, ഗൂഗിൾ ആവട്ടെ, അങ്ങനെ പല സാധനങ്ങൾക്ക്, ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഇതിനൊക്കെ ചൈനയിൽ ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷനോ ബാനോ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല, ഇതിനൊക്കെ പകരം അവരുടെ നാട്ടിലത്തെ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഗ്രേറ്റ് ഫയർ വാളിൻ്റെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്സപ്പിന് പകരം അവർക്ക് വിചാറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണുള്ളത്. ഗൂഗിളിന് പകരം വേറൊരു സെർച്ച് എഞ്ചിൻ, ഐ തിങ്ക് ഇറ്റ്സ് ബൈഡു, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ചൈനയ്ക്കുള്ളത്. അപ്പോൾ ചൈനയുടെ ഇൻഫർമേഷൻ, ചൈനത്തെ ഒരാളുടെ ഇൻഫർമേഷൻ പെട്ടെന്ന് പുറത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിലത്തെ ഈ നാശം പിടിച്ച കാര്യങ്ങളൊന്നും പുറം ലോകത്തിന് അറിയിക്കാണ്ട് വെക്കാനായിട്ടും അവർ ഭയങ്കര സൂപ്പറാണെന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ അവർ പരമാവധിയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാണ്ട് വെക്കേ, ഇവരുടെ സ്വന്തം കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ എന്താ പറയുക കുറ്റപ്പെടുത്താണ്ടിരിക്കുകയൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പോട്ടെന്ന് വെക്കാം. പക്ഷേ ചൈന അവിടം കൊണ്ടൊന്നും നിന്നില്ല. അവർ ഭയങ്കരമായിട്ട് മറ്റുള്ള ആൾക്കാരിനെ ചൊറിയാനായിട്ട് തുടങ്ങി. ഇനി അതെങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ അതിനും കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ സെൻട്രൽ പ്രൊപ്പഗൻഡ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല, ഒരുപാട് വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സെൻട്രൽ പ്രൊപ്പഗൻഡ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത്ര. പേര് പറയുന്നത് പോലെ തന്നെ ഇവരുടെ മെയിൻ പണി പ്രൊപ്പഗൻഡയൊക്കെ ഇങ്ങനെ ലോകത്തിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പ്രൊപ്പഗൻഡയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചൈനയ്ക്ക് അനുകൂലമായിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ചൈനയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എതിരായിട്ടുള്ള പ്രൊപ്പഗൻഡ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഉള്ളിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവരാണ് തീരുമാനിക്കുന്നത് ചൈനയെ കുറിച്ചിട്ട് ലോകം എന്ത് അറിയണം എന്നുള്ളൊരു കാര്യം. അതൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ പിള്ളേരൊക്കെ പോയിട്ട് ഇപ്പോൾ പൊളിച്ചടുക്കി കൊണ്ടുവന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കുറേ കാലം ഇങ്ങനെ ചൈനയുടെ ബുള്ളിയിങ് സഹിച്ചാൽ തിരിച്ച് ചിലപ്പോഴൊക്കെ ഒരു പണി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരിനെക്കാട്ടിലും നല്ല മീം മേക്കേഴ്സ് ഒന്നും വേറെ ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു ഗ്ലോബൽ ലെവലിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത്തിരി ദുഃഖമൊക്കെ ഉണ്ട് ഒരു കൺട്രിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കാണുമ്പോൾ. പക്ഷേ അവർ നമ്മളോട് ചെയ്യുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. ഇനി ചൈന ലോകത്തിൽ മുഴുവൻ എങ്ങനെ മൾട്ടി ലെയർ നുണപ്രചാരണം നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് സെക്ടർ പുറത്തുവിട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പറയാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഇവർ ഒന്നാമതായിട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഫോറിൻ മീഡിയാസിൻ്റെ സ്റ്റേക്സ് മേടിക്കുക എന്നുള്ളതാണ്, ഷെയർ കാര്യങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളത്. എന്നിട്ട് അവരുടെ പ്രൊപ്പഗണ്ട സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയുക സ്റ്റേക്സിനെ ഇവരൊരു മാർഗമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കേരളത്തിലെ മാപ്രകൾ ചില പ്രത്യേക ആളുകൾക്ക് അനുകൂലമായിട്ടും ചില ആൾക്കാർക്കൊക്കെ എന്താ പറയുക ഉറക്കത്തിൽ ഞാൻ നാളൊക്കെ പറഞ്ഞതുപോലെ ഗുണനപ്പട്ടിക ചോദിച്ചാലും പറയണത് പോലെ ചില ആൾക്കാർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും RSS എന്നൊക്കെയുള്ള രീതിയിൽ കുറ്റം പറയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഫണ്ട് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ആ ഒരു പരിപാടി ചൈന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് സെക്ടർ കണ്ടുപിടിച്ച ഒരു കാര്യത്രേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് ഇൻഫ്ലുവൻസേഴ്സിന് മേടിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് പോലെയുള്ള ആൾക്കാരിനെയൊക്കെ പർച്ചേസ് ചെയ്യും. എന്നിട്ട് അവരെ കൊണ്ട് ഇവർക്ക് പറയിക്കാനുള്ള കാര്യങ്ങൾ വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ എത്തിക്കും. ഇന്ത്യയിലുണ്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തിരുന്നിട്ട് ഇന്ത്യനെ ചീത്ത വിളിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ പെരുമാറ്റവും കോണ്ടന്റ് പോകുന്ന ഒരു രീതി കണ്ടാൽ തന്നെ അറിയാം നല്ല പോലെ കാശ് കിട്ടിയിട്ടായിരിക്കും ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചൈന ചെയ്യുന്നുണ്ടത്രേ. ഇനി പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ചൈനയിലെ തന്നെ ലോക്കൽ മീഡിയാസിനെ കൊണ്ട് റെസ്ട്രിക്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഷെയർ ചെയ്യരുത് എന്നുള്ള ഒരു എഗ്രിമെന്റിൽ ഇവരെ സൈൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ബെയ്ജിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇവരറിയണ്ട, പുറം ലോകം അറിയണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ചില കണ്ടന്റുകൾ പുറത്ത് വിടരുതെന്നുള്ളൊരു കാര്യം അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ ലോക്കൽ മീഡിയസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കത്രേ. പിന്നെ എങ്ങനെ അതൊക്കെ പുറത്തോട്ട് വരാനാണ്? ഇനി അടുത്ത ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. പലരും കമൻറ്റ് സെക്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ചൈനീസ് ബോട്ടല്ലേ എന്നൊക്കെ ചിലരോട് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ഫേക്ക് ഐഡികൾ, അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള പേഴ്സണാസ്, അതുപോലെ തന്നെ എന്താ പറയുക കമൻറ്റ് ഓളികൾ, ഇങ്ങനത്തെ കുറേ ആൾക്കാരിനെയൊക്കെ ചൈന ക്രിയേറ്റ് ചെയ്തും പർച്ചേസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഡിസ്ഇൻഫർമേഷൻസ്, മിസ്ഇൻഫർമേഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതും അങ്ങനെ പല കോൺവെർസേഷൻസിനെയും അല്ലെങ്കിൽ ഡിസ്കഷൻസിനെയും മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതുമൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. ഇനി ഇവർ ചെയ്യുന്ന ഏറ്റവും വളരെ മോശമായിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് ഈ സെക്ടർ പുറത്തു വിട്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ നാട്ടിലും അബ്രോഡിലും ഇരിക്കുന്ന ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കുന്ന സേ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഈ ഒരു അക്കാഡമീസ്, ജേർണലിസ്റ്റുകൾ, ആക്ടിവിസ്റ്റുകൾ ഇവരെയൊക്കെ ഹരാസ് ചെയ്യുക, ത്രെട്ടൻ ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു പരിപാടിയും കൂടെ ചൈനയ്ക്ക് ഉണ്ടത്രേ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, ഇങ്ങനെയുള്ളൊരു വിദേശത്തു നിന്നുള്ളൊരു സ്ഥലം പുറത്തോട്ട് വിട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പം എനിവേയ്സ് ഞാൻ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു. കാരണം അത്തരത്തിൽ മാനിപ്പുലേറ്റീവ് ആണെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഞാനും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ആസ് യൂഷ്വൽ ചൈനയല്ലേ, ചൈനയിൽ ഇങ്ങനെ ഇതല്ല ഇതിലപ്പുറം കാര്യങ്ങൾ ചിലപ്പം അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. US നിന്ന് വരുന്ന പല റിപ്പോർട്ടുകളും കണക്കുകളൊക്കെ പ്രകാരം ഈ 2016 ഈ US ആൾക്കാരുടെ പബ്ലിക് ഒപ്പീനിയനെ ബാധിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് $300 മില്യൺ ബില്യൺ ഡോളറിലധികമൊക്കെ ചൈന സ്പെൻഡ് ചെയ്തിട്ടുണ്ടത്ര. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഈ മാഗഫ്ലേഗ് എന്ന് പറയുന്ന ഒരു വികാരത്തിനെ കുറിച്ചിട്ട് ഞാൻ ഈ അടുത്ത് കുറേ യൂട്യൂബേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടു. എന്താണ് ഈ മാഗഫ്ലേഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം അമേരിക്കയിൽ അവരുടെ വിജയ മുദ്രാവാക്യമൊക്കെ ആയിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്കാരും അനുകൂലമായിട്ട് നിൽക്കുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനമാണ് മാഗ എന്നുള്ളത് അല്ലേ. മാഗ മീൻസ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അത് റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളുടെ ഒരു സ്ലോഗനൊക്കെ ആയിരുന്നു. അപ്പം ഈ മാഗഫ്ലേഗിൽ കൂടെ ചൈന എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവർ പ്രത്യക്ഷത്തിൽ ഈ മാഗ സപ്പോർട്ടേഴ്സ് ആണെന്ന് തോന്നുന്ന കുറേ അധികം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ഇൻസ്റ്റഗ്രാം IDയും അതുപോലെ തന്നെ ഈ ഒരു ബാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ IDs ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഇത് കാണുമ്പം ഭയങ്കര ഒറിജിനലാണെന്ന് നമുക്ക് തോന്നും. മാത്രമല്ല ഇവർ ഇനീഷ്യലി ഈ അക്കൗണ്ടുകളൊക്കെ മാഗേനെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആദ്യമേ സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ എന്താ പറയുക, ഇടയ്ക്കൂടെ വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ആൾക്കാർ വിശ്വസിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇവർ മിസ്ഇൻഫർമേഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യും US-നെതിരായിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയാണ് മാഗഫ്ലേഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടെ ചൈന ഉദ്ദേശിച്ചത് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം എഗൈൻ ഒരു ഡിജിറ്റൽ വാർ അല്ലെങ്കിൽ ഡിജിറ്റൽ ലോകത്തിന് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായിട്ടും മറ്റുള്ളവർക്ക് എതിരായിട്ടും ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ നല്ല മിടുക്കന്മാരാണ് ചൈന എന്നുള്ള കുറേ പ്രൂഫുകളാണ് ഈ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അമേരിക്ക കഴിഞ്ഞ ചൈനയുടെ രണ്ടാമത്തെ ടാർഗറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പം ഇന്ത്യക്കെതിരെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, USA-ലും സിംഗപ്പൂരിലും ബാക്കിയുള്ള നാടുകളിലൊക്കെ ഇന്ത്യക്കെതിരെ ഒരു ആൻറ്റി റൈസിസം ക്യാമ്പയിൻ പോലത്തെ കുറേ പരിപാടികൾ ഇവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ കേട്ട് കാണും, 2-3 മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള റേസിസം പ്രചരിപ്പിക്കുന്ന എത്രയൊക്കെയോ I think 14-15 അക്കൗണ്ടുകളൊക്കെ സിംഗപ്പൂരിൻ്റെ ഗവൺമെൻറ് നേരിട്ടിടപെട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ചൈനയുടെ പണിയാണെന്നാണ് പിന്നീട് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതല്ലാണ്ട് ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 2024 നമ്മുടെ ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചൈന ഇന്ത്യയുടെ പോളുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഭയങ്കരമായിട്ടുള്ള മിസ്ഇൻഫർമേഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വിജിലൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ ഗവൺമെൻറ്റിനെ അറിയിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് അവർ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇപ്പം ഇത് വളരെ ആക്റ്റീവാണ്. ചൈനയുടെ ഈ കുറേ എന്താ പറയുക ഭയങ്കര നികൃഷ്ട ജീവികളായിട്ടുള്ള ഇവരുടെ അക്കൗണ്ടുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിടന്ന് വിലസുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നമ്മളതിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇത്രയും അധികം മുട്ടൻ പണി നമ്മുടെ നാടിനും വേറെ നാട്ടുകൾക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺട്രീനെ കുറച്ചൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നുന്നൊരു കാര്യം. എനിക്ക് ചൈനക്കാരോടോ അതുപോലെ തന്നെ ചൈനയിലുള്ള ജീവിതങ്ങളോടോ ഒന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പും വെറുപ്പൊന്നുമില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺട്രിയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അതിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കേട്ടാൽ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ചങ്കിലെ ചൈനയോട് കാണിക്കുന്ന കൂറിൻ്റെ ഒരംശം ഈ നാടിനോട് കാണിക്കുകയാണെങ്കിൽ ഇതിനെ കുറച്ച് സ്വർഗമൊക്കെ ആക്കി മാറ്റിയിട്ട് നമുക്കിവിടെ ജീവിക്കാം. പക്ഷേ ഈ ചൈനയും ചെങ്കൊടിയൊക്കെ ആയിട്ട് നടക്കുന്ന കുറേ ആൾക്കാർക്ക്
ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാകുമ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല, തലയ്ക്കകത്ത് ഇച്ചിരിയെങ്കിലും ഒക്കെ ഒരു ആൾതാമസം വേണം. ഈ ഇന്ത്യേനെ ഇകഴ്ത്തിയും ചൈനേനെ പുകഴ്ത്തിയും ഒക്കെ പോസ്റ്റ് ഇടാന്നൊക്കെ പറയുമ്പം അത് ഒരു ചില്ലറ വികാരമല്ല. അത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ തിന്നിട്ട് എള്ളിൻ്റെ അകത്ത് വറ്റ കുത്തുന്ന ഒരു സംഗതിയൊക്കെ തന്നെയാണ്. അപ്പോൾ ചങ്കിലെ ചൈനക്കാർ തൽക്കാലം നന്നാവുന്നത് നല്ലതായിരിക്കും. പിന്നെ ചങ്കിലെ ചൈനക്കാരെക്കാട്ടിലും മോശം ട്രീറ്റ്മെൻ്റ് ആയിരിക്കും പാകിസ്ഥാനിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അതൊക്കെ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനിച്ച നാട് സ്വർഗത്തിനേക്കാൾ മനോഹരമാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുള്ള ഈ നാട്ടിലിരുന്നിട്ട് ഇവിടുത്തെ ജനാധിപത്യം, ഇവിടുത്തെ ഫ്രീഡം ഓഫ് സ്പീച്ചൊക്കെ തരുന്ന സകല സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചിട്ട് ഈ നാടിനെതിരെ സംസാരിക്കാനും വേറെ ചില നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാദിക്കാനുമൊക്കെ എനിക്കൊക്കെ ഇച്ചിരി ഉളുപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ചോദിക്കാനുള്ളത്.